കുഞ്ഞമ്മ കുഞ്ഞമ്മ എന്താ എന്തിനാ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നതാ. എന്ത് കാര്യം? കല്ലു, ഞാൻ പണ്ട് പടവലത്ത് പോകുമ്പോ എൻ്റെ കൂടെ കളിക്കാൻ കുറേ കുട്ടികൾ വരും. ഞങ്ങൾ തോട്ടിലൊക്കെ പോയിട്ട് കളിക്കും. അതൊക്കെ ഒരു കാലം. പിന്നെ അത് തിരിച്ചെടുത്തില്ലല്ലോ. ഓ, കുഞ്ഞമ്മയുടെ ഈ വർത്താനം കേട്ടാലേ കുഞ്ഞമ്മയ്ക്ക് 100 വയസ്സ് പോലെ തോന്നുന്നു. ഇതാ എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഞാൻ ഒരു കാര്യം ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആ ഫ്ലോ എങ്ങ് കളയും. നീ അല്ല എൻ്റെ കുഞ്ഞമ്മ, ഞാനാ നിന്റെ കുഞ്ഞമ്മ. ശരി കുഞ്ഞമ്മ. എന്താണ് കുഞ്ഞമ്മയും മോളും കൂടെ പരിപാടി? ഞങ്ങള് പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പഴയ കാര്യങ്ങളാ? ഓ ശരിയാ, ഒരുപാട് കാലഘട്ടങ്ങൾ ജീവിച്ചു തീർത്ത ആൾക്കാരാണല്ലോ, പറയാൻ കാണും. ചേച്ചി, ഞങ്ങളുടെ പ്രായം അനുസരിച്ച് ഞങ്ങൾക്ക് ഒരു പഴയ കാലഘട്ടം കാണുമല്ലോ. അതേലോ, അത് ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞു പറഞ്ഞ അവസാനം കുഞ്ഞമ്മയും മോളും കൂടെ അടിയാവോ? അങ്ങനൊന്നും ഇല്ലേ. ഹലോ, ഹായ് അമ്മായി. ഇത് എവിടെയായിരുന്നു? സത്യം പറഞ്ഞ അമ്മായി, ഞങ്ങളെ പത്രത്തിലൊരു പരസ്യം കൊടുക്കാനിരിക്കുവായിരുന്നു. ഞങ്ങൾക്കുള്ള ഒരേ ഒരു അമ്മായിനെ കാണുവാനില്ല, കണ്ടു കിട്ടുന്നവർ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കണമെന്നും പറഞ്ഞു. ഓഹോ, അത് ഞാൻ അറിഞ്ഞായിരുന്നു. അതാണ് നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്. ആണല്ലേ? ആണ്. അമ്മായി കാശി, രാമേശ്വരം, പാണ്ഡ്യ ദേശങ്ങളെല്ലാം പോയിട്ട് വരുമല്ലേ? റൂട്ട് മാപ്പ് ഒക്കെ പഠിച്ചല്ല. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പേരെങ്കിലും പഠിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അമ്മ കാണുന്നുണ്ടോ? അതിന് ഇരിക്കുന്ന ആളെ കണ്ണില് പിടിക്കണ്ടേ? ആകെപ്പാടൊരു കഷ്ണമുണ്ട്. അമ്മേ, ബോഡി ഷൈൻ ചെയ്താൽ ഞാൻ കേസ് കൊടുക്കും. ഓ, ബോഡി ഷൈൻ. സോറി. ഇപ്പൊ വരെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. മക്കളെ, ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഇവരെ ഡീൽ ചെയ്യണ്ടേ? ഡീലാലല്ലേ മക്കളടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. വേണമെങ്കിലേട്ടാ ചിരിക്കൊന്ന്. അമ്മമ്മ ബാഗ് വെച്ചിട്ട് നമുക്ക് കളിക്കാം. മക്കളെ, അമ്മ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. കൊറേ പരിപാടി ഉണ്ട് അമ്മമ്മയ്ക്ക് ചെയ്യാൻ. ഓ, കൊറേ പരിപാടികളുണ്ട് ചെയ്യാൻ. അമ്മായിക്ക് പോയി കിടന്ന് ഉറങ്ങണം, അതല്ലേ അമ്മായിയുടെ കൊറേ പരിപാടികൾ. പാറുവേ, എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് വാഷ് ഉണ്ട്. പാറു, അമ്മായി വാഷ് ചെയ്തൊന്നും വേണ്ട, കനാൻഡി വാഷ് ചെയ്തോളൂ. കനാൻഡി, അമ്മായിയുടെ ഡ്രസ് ഒന്ന് വാഷ് ചെയ്യണേ. അയ്യോ കനകേച്ചി, ഞാൻ ചെയ്യായിരുന്നല്ല. ഇപ്പം ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് യാത്രയൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ. ഇപ്പം ലച്ചു കഴിക്കുന്നത് പോലെ പോലും ആഹാരം കഴിക്കുന്നില്ല. വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടോ? അമ്മ, വെള്ളം കുടിച്ചാണ് ഞാൻ ഇപ്പൊ ജീവിക്കണ തന്നെ. എന്റെ അമ്മ വെള്ളം കുടിക്കാറേ ഇല്ല. ഓ പിന്നെ, ഈ പറയുന്ന ആള് കൊറേ വെള്ളം കുടിക്കാറുണ്ടല്ലോ. കല്ലു, ഉനക്ക് சூடா பால் எடுக்கட்டா? വെള്ളത്തിന്റെ കൈ പറഞ്ഞ ഉടനെ പാലെടുക്കും. அப்படினா உனக்கு சுடு தண்ணி எடுக்கட்டா? ഈ ചൂടത്താ சுடு தண்ணி ஆற வச்சு குடுக்கறேன் கல்லு. എന്നാ പച്ചവെള്ളം തന്നാ പോരെ? அப்படினா உனக்கு பச்சை தண்ணியே குடுக்கறேன். മയ്യേ, ട്രിപ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. അപ്പൊ അടിച്ച് പൊളിക്കായിരുന്നല്ലേ? പിന്നെ പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും കൂട്ടുകാരല്ലേ, പൊളിക്കാതിരിക്കോ? അമ്മായി, കുറച്ച് കഴിയുമ്പോ ഇവിടൊക്കെ പോകത്തില്ലേ? അപ്പൊ ഞങ്ങളെയും കൊണ്ടുപോ. പിന്നെ കൊണ്ടുപോവാലോ. എൻ്റെ കൊച്ചേ, നീ വന്ന കാലം ഇങ്ങനെ നിൽക്കാതെ ഫ്രഷ് ആയിട്ട് വാ, വല്ലതും കഴിക്കാം. ശരി, എന്നാ ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാം. വെച്ചു വാ. കമാൻ. കല്ലുമോനെ, അമ്മൂമ്മ പാല് കൊണ്ട് തരട്ടെ? കുടിക്കുവോ? ഒരു ഗ്ലാസ് കുടിക്കുവോ? എടുത്തോണ്ട് വരട്ടെ? കുഞ്ഞമ്മ, അമ്മൂമ്മ പാല് കൊണ്ടുവരുമ്പോളേ ഞാൻ കുടിക്കത്തില്ല. ഇനി നീ പാല് വേണമെന്ന് പറഞ്ഞ ചുമ്മാ ഒരു നേരം പൂക്കൊക്കെ വേണ്ടേ? എടുക്കള്ളി. അമ്മായി ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമുക്ക് തൃപ്തി ഒന്ന് വിളിച്ചാലാ? കുഞ്ഞമ്മ വിളി കുഞ്ഞമ്മ. കുഞ്ഞമ്മ, എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു? അവര് വരുവോ? ആദ്യം അവളുടെ അമ്മ വിടത്തില്ലെന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ ആന്റി അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അടുത്തുള്ള ബന്ധുക്കളെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അവരൊന്ന് വന്നാ മതിയായിരുന്നു. കളിക്കാൻ വേണ്ടി കൈ അടിക്കുന്നു. കളിക്കാൻ വേണ്ടി കൈ ധരിക്കുന്നാ? ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. കുഞ്ഞമ്മ,
അകത്തെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നമുക്ക് പോയി കുടിക്കാം ബാ. അത് അവർക്കുണ്ടാക്കി വെച്ചേക്കുന്ന ജ്യൂസാ, അതൊന്നും നീ എടുത്ത് കുടിക്കല്ലേ. കുഞ്ഞമ്മ അവര് വരുന്നൊന്നും തോന്നില്ല, ഞാൻ പോന്നു. എന്നാ പിന്നെ നീ പൊക്കോ. ഹായ്, കല്ല് വേണ്ടാര് വന്ന്. തൃപ്തി, ഞാൻ വിചാരിച്ചു നീ വരത്തില്ല എന്ന്. സൈക്കിളൊക്കെ ഉണ്ടല്ലോ. ഒരു വഴിക്ക് പോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവരൊക്കെ ഫ്രണ്ട്സ് ആണോ? ബന്ധുക്കളാ, പക്ഷെ ഫ്രണ്ട്സാ. പേരെന്തല്ലേ? എന്റെ പേര് കിട്ടു. കിട്ടുവാ? കിട്ടൂന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാ, സ്കൂളില് വേറെ പേരാ. ഇത് ചിന്നു, അത് ചിപ്പി. ഹായ്. ഹായ്. കുഞ്ഞമ്മേ, എന്നെ പരിചയപ്പെടുത്തുന്നില്ലേ? അയ്യോ, ഞാൻ അതങ്ങ് മറന്നുപോയി. ഇത് കല്യാണി, എന്റെ ചേച്ചിയുടെ മോളാ. ഹായ് കല്യാണി. ഹായ്. താമസിച്ചപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങളൊന്നും വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മ വിടാത്തോണ്ടാ. പിന്നെ നിനക്കറിയാലോ ഞാൻ അങ്ങനെ എങ്ങും പോവാറില്ലല്ലോ. അതൊക്കെ എനിക്കറിയാം. ബാ എല്ലാരും. ഇനി ഒരു ദിവസം നിന്റെ വീട്ടിലോട്ട് ഞങ്ങളും വരും. അതൊക്കെ പിന്നെ നമുക്ക് ആദ്യം കളിക്കാം. കളിക്കാം. അമ്മ, ഞങ്ങളുടെ കൂട്ടുകാര് വന്നേ. ലച്ചേച്ചേ. അമ്മ. ആഹാ, ഇതാരൊക്കെ ഇത്? തൃപ്തി, ഇതൊക്കെ കസിൻസ് ആണോ? അതെ ചേച്ചി. സന്തോഷായല്ലോ. നിനക്കാ പറഞ്ഞേ? സന്തോഷായി. അമ്മായേ, അമ്മൂമ്മേ, എല്ലാരും ഓടുക. ഗസ്റ്റ് വന്ന ഗസ്റ്റ്. പാറു, നിനക്ക് ഞങ്ങള് ഗസ്റ്റ് ആണോ? കുഞ്ഞമ്മ, ഇവർക്ക് നമ്മളെ പിള്ളേരല്ലേ? പിള്ളേരാ? ആരുടെ പിള്ളേര്? ഇവിടെ തലയിൽ കയറ്റി വെക്കല്ലേ, ഇവിടെ ഭയങ്കര ഡേഞ്ചറാ. ഞാൻ എന്റെ അമ്മയെ പോലെ. കല്ലുവേ, നീ ഒന്ന് മേടിക്കും. എന്റെ ഒന്നും മേടിക്കും. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? അമ്മമ്മ, ഇവര് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇവിടുന്ന് കഴിച്ചിട്ട് പോയാ മതി. ഓ ഓ ആയിക്കോട്ടെ. അയ്യോ, നിങ്ങളെ പരിചയപ്പെടുത്തില്ലല്ലോ. ഇത് അമ്മായി, ഇത് അമ്മൂമ്മ, ഇത് കനകാൻറ്റി. ഹായ് ആൻറ്റി. ஹாய். അതെന്താ അപ്പൊ എനിക്ക് ഹായ് ഇല്ലേ? ഹായ്. ഹായ്. உங்களுக்கெல்லாம் என்ன வேணும்? ചോദിക്കാൻ എന്തുവാ? ജ്യൂസ് എടുത്തോണ്ട് വാ. ആഹാ, കല്ല് നല്ല ഫോമിലാണല്ലോ. ആ ഫോമിലാ. ഓ, ஜூஸ் எடுத்துட்டு வரேன். അമ്മൂമ്മ, ഇവള് പറഞ്ഞിട്ടാ ഞാൻ ഇവരെ എല്ലാം വിളിച്ചു വരുത്തിയെ. മോളുടെ പേരെന്തുവാ? തൃപ്തി. ഇവന്റെ പേര് കിട്ടൂന്നാ. യോ, ഇവനോ? അങ്ങനൊന്നും വിളിക്കരുത്, ചേട്ടൻ. ആ, ചേട്ടൻ. ഹായ് ചേട്ടാ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്താണ് നിങ്ങളെ ഫ്യൂച്ചർ പ്ലാൻസ്? അങ്ങനൊന്നുമില്ല, ഞങ്ങക്ക് കളിക്കണം. കളിക്കണം. അമ്മയും വേണം, അമ്മായും വേണം. ഈ വെയിലത്താ? നിങ്ങൾ കളിച്ചു തുടങ്ങിക്കോ, ഞങ്ങള് പയ്യെ വന്നാ പോരെ? ആ, ഓക്കെ, വരാം. ஜூஸ் ரெடி.